BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഇന്റർനാഷണൽ സ്കൂൾ സ്പോർട്സ് ഫെഡറേഷന്റെ ജിംനേഷ്യം ബഹ്റൈൻ 2024 ഉന്നത സംഘാടക സമിതിയുടെ യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ജുമ അധ്യക്ഷത വഹിച്ചു. സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സിന്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയുടെ പിന്തുണയെയും തുടർ നടപടികളെയും യോഗത്തിൽ മന്ത്രി അഭിനന്ദിച്ചു. ജിംനേഷ്യം ബഹ്റൈൻ 2024 നടത്തിപ്പുകൾക്ക് ആവശ്യമായ ഒരുക്കങ്ങൾക്കുള്ള ഷെയ്ഖ് ഖാലിദ് നൽകുന്ന നിർദ്ദേശങ്ങളുടെ പ്രാധാന്യവും ഡോക്ടർ ജുമ ചടങ്ങിൽ വ്യക്തമാക്കി. മേളയുടെ ഉദ്ഘാടന ചടങ്ങിനായി പ്രത്യേക കമ്പനികൾ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ യോഗം അവലോകനം ചെയ്യുകയും അന്താരാഷ്ട്ര മേളയ്ക്ക് ബഹ്റൈൻ ആതിഥേയത്വം വഹിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നിറവേറ്റുന്നതിനായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടത്തിവരുന്ന സംഘടനാ തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ബഹ്റൈനിൽ താമസ തൊഴിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ജൂലൈ 14 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി 220 പരിശോധനകൾ നടത്തി. പരിശോധനയിൽ ലംഘനങ്ങൾ നടത്തിയ 98 പേരെ നാട് കടത്തുകയും 40 തൊഴിലാളികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. രാജ്യത്തെ എല്ലാ ഗവർണറേറ്റുകളിലെയും വിവിധ കടകളിലായി 210 പരിശോധനാ സന്ദർശനങ്ങൾ നടത്തിയതായും അതോറിറ്റി ചൂണ്ടിക്കാട്ടി. നാഷണാലിറ്റി, പാസ്പോർട്ട്, റെസിഡൻസ് അഫയേഴ്സ്, ഗവർണറേറ്റുകളുടെ ബന്ധപ്പെട്ട പോലീസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് വെർഡിക്ട് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആൾട്ടർനേറ്റീവ് സെന്റൻസിംഗ് എന്നിവയാണ് LMRAയ്ക്കൊപ്പം പരിശോധനയിൽ പങ്കെടുത്ത സർക്കാർ സ്ഥാപനങ്ങൾ. രാജ്യത്തെ തൊഴിൽ താമസ നിയമങ്ങൾ സംരക്ഷിക്കുന്നതിന് സർക്കാർ ഏജൻസികളുമായുള്ള സംയുക്ത ഏകോപനം തുടർന്നുകൊണ്ട് എല്ലാ ഗവർണറേറ്റുകളിലും പരിശോധനാ ക്യാമ്പയിനുകൾ ശക്തമാക്കുമെന്നും അതോറിറ്റി അറിയിച്ചു. കനത്ത ചൂടിൽ നിന്ന് സംരക്ഷണം ഒരുക്കുന്നതിന്റെ ഭാഗമായി IYCC ബഹ്റൈൻ മുഹറക് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമ്മർ സേഫ്റ്റി ടിപ്സ് എന്ന ഡിജിറ്റൽ പോസ്റ്ററിന്റെ പ്രകാശന കർമ്മം IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് നിർവഹിച്ചു. ബോധവൽക്കരണം നടത്തി കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഓരോ IYCC പ്രവർത്തകനും മുന്നോട്ട് വരണമെന്നും പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു. ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ദേശീയ ട്രഷറർ ബെൻസി ഗനിയൂഡ്, ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ, ജനറൽ സെക്രട്ടറി നൂർ മുഹമ്മദ്, ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഏരിയ മെമ്പർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് 2024-25 കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനവും ദേശീയ കൺവെൻഷനും ബഹ്റൈനിലെ പ്രമുഖ കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്ന വിവിധ കലാപരിപാടികളോടുകൂടി ജൂലൈ 26 സഗയ BMC ഗ്ലോബൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് IYCC ബഹ്റൈൻ ഭാരവാഹികൾ അറിയിച്ചു. സാമൂഹിക നന്മയ്ക്ക് സമർപ്പിത യുവത്വം എന്ന സംഘടന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് ഏക് സാത്ത് എന്ന പേരിൽ ലാൽ ബഹദൂർ ശാസ്ത്രി നഗറിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ, മാധ്യമ മേഖലകളിലെ പ്രമുഖർ സംബന്ധിക്കും. പരിപാടിയിലേക്ക് എവരെയും ക്ഷണിക്കുന്നുവെന്ന് IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയൂഡ്, ആർട്സ് വിംഗ് കൺവീനർ റിച്ചി കളത്തുരേത്ത് എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 38285008 എന്ന നമ്പറിൽ IYCC ബഹ്റൈൻ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാം. കുവൈറ്റിലെ സർക്കാർ സ്വകാര്യ മേഖലകളിൽ സ്വദേശി ജീവനക്കാരെ കൂടുതൽ നിയമിക്കുന്നതിനുള്ള സ്വദേശീവൽക്കരണ നയങ്ങൾ ശക്തമായി തുടരുന്നതിനിടയിലും ഇരു മേഖലകളിലും പ്രവാസി ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചതായി റിപ്പോർട്ട്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പുറത്തിറക്കിയ ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകളിലാണ് 2024 ജനുവരി മുതൽ ജൂൺ അവസാനം വരെയുള്ള 6 മാസത്തിനിടെ കുവൈറ്റിലെ സർക്കാർ സ്വകാര്യ മേഖലകളിലെ വിദേശ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായതായി വ്യക്തമാക്കുന്നത്. ഇതേ കാലയളവിൽ സ്വകാര്യ മേഖലയിൽ ദേശീയ തൊഴിലാളികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായും കണക്കുകൾ പറയുന്നു. മലപ്പുറത്ത് നിപ ആശങ്കയൊഴിയുന്നു. ഇന്ന് പുറത്തുവന്ന 17 ഫലങ്ങൾ കൂടി നെഗറ്റീവായി. പണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ നിരീക്ഷണം തുടരും. നിലവിൽ 460 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 260 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. അതിനിടെ സംസ്ഥാനത്ത് നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ അതിർത്തികളിൽ തമിഴ്നാട് പരിശോധന കർശനമാക്കി. ഇത് തെറ്റായ സമീപനമാണെന്നും തമിഴ്നാടുമായി ആശയവിനിമയം നടത്തിയെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. മലപ്പുറത്ത് രോഗവ്യാപനം തടയാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ മുന്നോട്ടു പോവുകയാണെന്നും രോഗവ്യാപനം സംബന്ധിച്ച വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാവുമെന്നും വീണ ജോർജ് വ്യക്തമാക്കി.
അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ 8ാം ദിവസവും വിഫലം. ഗംഗാവതി പുഴയിലെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ഗംഗാവലി പുഴയിൽ സിഗ്നൽ കിട്ടിയ സ്ഥലത്താണ് പരിശോധന നടന്നത്. രക്ഷാദൌത്യം സൈന്യം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. നദിയിലെ ശക്തമായ അടിയൊഴുക്ക് കാരണമാണ് സൈന്യം തൽക്കാലം കരയിലേക്ക് കയറിയത്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അടിയൊഴുക്ക് കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ കഴിയുന്നില്ലെന്നതാണ് തിരിച്ചടിയാകുന്നത്. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുൻ ഉൾപ്പെടെയുള്ളവരെ കാണാതായ സംഭവത്തിൽ കർണാടക ഹൈക്കോടതി ഇടപെട്ടു. അപകടം ഗൗരവമേറിയതെന്നും കർണാടക ഹൈക്കോടതി പറഞ്ഞു. കേന്ദ്ര സർക്കാരിനോടും കർണാടക സർക്കാരിനോടും ഹൈക്കോടതി റിപ്പോർട്ട് തേടി. ഇന്ന് രാവിലെ തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കണമെന്നാണ് നിർദ്ദേശിച്ചത്. ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി കേന്ദ്ര സർക്കാർ അറിയിച്ചു. പൊതുതാൽപര്യ ഹർജിയിലാണ് കർണാടക ഹൈക്കോടതിയുടെ നടപടി. ഈ വർഷത്തെ സംസ്ഥാനതല ഓണാഘോഷ പരിപാടികൾക്ക് സെപ്റ്റംബർ 13 തിരുവനന്തപുരത്ത് തുടക്കമാവും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി 19 ഘോഷയാത്രയോടെ സമാപിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഓണമേളകൾ, ഓണം മാർക്കറ്റുകൾ, പച്ചക്കറി കൗണ്ടറുകൾ, പ്രത്യേക സെയിൽസ് പ്രൊമോഷൻ ഗിഫ്റ്റ് സ്കീമുകൾ, ഓണക്കാല പ്രത്യേക സംഭരണ വിപണന പ്രവർത്തനങ്ങൾ മുതലായവ സംഘടിപ്പിക്കും. ഇതിന് സപ്ലൈകോയെ ചുമതലപ്പെടുത്തി ഹോർട്ടികോർപ്പിന്റെ പ്രത്യേക പച്ചക്കറി ചന്തകൾ ആരംഭിക്കും. എല്ലാ ജില്ലകളിലും പരമാവധി കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ ചന്തകൾ സംഘടിപ്പിക്കും. കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിന്റെ സഹായത്തോടെ സബ്സിഡി വിപണികൾ ആരംഭിക്കും. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പ്രാദേശിക ഓണച്ചന്തകളും സഹകരണ മാർക്കറ്റുകളും ആരംഭിക്കും. ആവശ്യമായ പച്ചക്കറികൾ പരമാവധി കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കും. AIY വിഭാഗങ്ങൾക്കുള്ള സൗജന്യ കിറ്റ് വിതരണം, സ്പെഷ്യൽ പഞ്ചസാര വിതരണം, സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി, ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവ സപ്ലൈകോ ഓണത്തിന് മുൻപ് വിതരണം ചെയ്യും. പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത മുതലായവ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ പരിശോധനകൾ ഊർജിതമാക്കാനും മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. സപ്ലൈകോയിൽ നിന്നും വാങ്ങിയ ആട്ടയിൽ ചത്ത പല്ലിയെ കണ്ടെത്തിയെന്ന് പരാതി. വള്ളിക്കുന്നം കടവുങ്കൽ അനുഗ്രഹയിൽ ഗോപകുമാറിന്റെ വീട്ടിൽ വാങ്ങിയ ആട്ടയിലാണ് ചത്ത പല്ലിയെ കണ്ടെത്തിയത്. 3 ദിവസം മുൻപാണ് കാമ്പിശ്ശേരി ജംഗ്ഷനിലെ ശബരി ചക്കി ഫ്രഷിന്റെ 1 കിലോ തൂക്കം വരുന്ന ആട്ട വാങ്ങിയത്. പാക്കറ്റ് പൊട്ടിച്ച് പാത്രത്തിലിട്ടപ്പോഴാണ് പല്ലിയെ കണ്ടത്. 2024 മെയ് മാസത്തിൽ പാക്ക് ചെയ്ത ആട്ടയ്ക്ക് 2024 ഓഗസ്റ്റ് മാസം വരെ കാലാവധിയുണ്ട്. വിഷയത്തിൽ അധികൃതർക്ക് പരാതി നൽകുമെന്നും വീട്ടുകാർ അറിയിച്ചു. GGHSS തിരൂരിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നിദാനമായ കാരണങ്ങൾ പരിശോധിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ മലപ്പുറം RDDയെ ചുമതലപ്പെടുത്തിയെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഡയറ്റിന്റെ സ്ഥലത്തുള്ള മരങ്ങൾ സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലേക്ക് ചാഞ്ഞ് ഇലകൾ വീണ് പുഴുശല്യമുണ്ടാകുന്നു എന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടു. ഇതിന് ശാശ്വതമായ പരിഹാരമെന്ന നിലയിൽ മരം അടിയന്തരമായി മുറിച്ചു മാറ്റാൻ ഡയറ്റ് പ്രിൻസിപ്പാളിനാണ് നിർദ്ദേശം നൽകിയത്. സ്കൂളിന് പുതിയ കെട്ടിടം പണിയുന്നതടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 3.90 കോടി രൂപ അനുവദിച്ചു. സാങ്കേതിക നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി അടിയന്തരമായി കെട്ടിടം പണിയാനുള്ള നടപടി ഉണ്ടാകും. പ്രിൻസിപ്പാളിനോട് സംസാരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളും കോമ്പൗണ്ടും അടിയന്തരമായി ശുചീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമായും സംസാരിച്ചു. സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് ക്രിയാത്മകമായി ഇടപെടും. നിലവിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ ഫണ്ട് അനുവദിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾക്ക് നിവേദനം നൽകിയാൽ അക്കാര്യവും പരിഗണിക്കും. സ്കൂളിന്റെ സുഗമമായ പ്രവർത്തനത്തിന് എല്ലാവരും സഹകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ദിവസങ്ങൾക്കകം സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നിലവിൽ കാലവർഷം ദുർബലമായി തുടരുകയാണ്. ദിവസങ്ങളായി അതിതീവ്ര മഴ തുടർന്ന വടക്കൻ കേരളത്തിലടക്കം മഴയുടെ ശക്തി കുറഞ്ഞു. ഇന്നലെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് കൊല്ലം ജില്ലയിലാണ്, 4 സെന്റിമീറ്റർ. വെള്ളായണി, ചവറ എന്നിവിടങ്ങളിൽ 3 സെന്റിമീറ്ററും മാനന്തവാടി, പാലോട്, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം വിമാനത്താവളം, പാരിപ്പള്ളി, ചാക്ക എന്നിവിടങ്ങളിൽ 2 സെന്റിമീറ്ററും മഴ പെയ്തു. മറ്റിടങ്ങളിൽ കാലവർഷത്തിന്റെ ഭാഗമായ സാധാരണ നിലയിലുള്ള മഴ മാത്രമാണ് പെയ്തതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. വടക്കൻ കേരളത്തിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും അടുത്ത 4 ദിവസം കൂടി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അടുത്ത 4 ദിവസവും കോഴിക്കോട്, വയനാട് ജില്ലകളിൽ വ്യാഴം, വെള്ളി ദിവസങ്ങളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.